നമസ്കാരം. രഞ്ജിത്ത് ഇംഗ്ലീഷിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് PSC മിക്കപ്പോഴും ആവർത്തിക്കുന്ന ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ്. അപ്പൊ ഇത് എല്ലാവരും മിക്കവാറുള്ളവരെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. ഈ ചോദ്യങ്ങളൊക്കെ പലർക്കും പരിചിതമായിരിക്കും. എങ്കിലും ചില ചോദ്യങ്ങൾ ഇതിനകത്ത് തെറ്റുവരുത്താൻ ചാൻസ് ഉണ്ട്. അവ എന്തൊക്കെയാണ് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു ചോദ്യങ്ങളിലൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. നോക്കുക, യു ഹാഡ് ബെറ്റർ ഡാഷ് ഹോം. ഇവിടെ നോക്കുക, ഹാഡ് ബെറ്റർ വന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ വരേണ്ടത് നമുക്കറിയാം. എങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഹാഡ് ബെറ്റർ വന്നു കഴിഞ്ഞാൽ ഏത് വെർബാണോ നമുക്ക് എഴുതേണ്ടി വരിക ആ വെർബിന്റെ റൂട്ട് ഫോം ആയിരിക്കണം നമ്മൾ എഴുതേണ്ടത്, അതായത് ബേസ് ഫോം, യഥാർത്ഥ ഫോം. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ അങ്ങനെ ഉണ്ടോ എന്ന് നോക്കുക. ഇവിടെ കെയിം അത് പാസ്റ്റ് ഫോം ആണ്. ഹാഡ് കം എന്ന് പറയുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഹാസ് കം എന്ന് പറയുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. ഇവിടെ നോക്കുമ്പോൾ കം എന്ന് പറയുന്നത് ഇവിടുത്തെ എന്താണ്, റൂട്ട് ഫോം ആണ്. അല്ലെങ്കിൽ നമുക്ക് ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറയാം. ഹാഡ് ബെറ്ററിന് ശേഷം ബെയർ ഇൻഫിനിറ്റീവ് ആണ് വരേണ്ടത്. അങ്ങനെ ആകുമ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും, കം ആയിരിക്കും. അപ്പൊ അങ്ങനെ ആകുമ്പോൾ യു ഹാഡ് ബെറ്റർ കം ഹോം എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ദ നിയറസ്റ്റ് ഇൻ മീനിങ് ടു ദ വേർഡ് കൺവെൻഷണൽ. കൺവെൻഷണൽ എന്ന് പറയുന്ന വാക്കിന് ഏറ്റവും അടുത്ത് വരുന്ന വാക്ക് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ട്രഡീഷണൽ ആണോ, മിഷണറി ആണോ, ഫങ്ഷണൽ ആണോ, അൺകോമൺ ആണോ? എന്താണ് കൺവെൻഷണലിന്റെ സിനോണിം? ട്രഡീഷണൽ എന്നാണ്. ഇതാണ് ട്രഡീഷണൽ. അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചോദ്യം തന്നെയാണ്. എന്ത്? ലെറ്റ്സ് ഗോ. അതെന്താണ്, ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ലെറ്റ്സ് ഗോ, ലെറ്റസ് അല്ലെങ്കിൽ ലെറ്റ്സിൽ തുടങ്ങുന്ന ചോദ്യം ക്വസ്റ്റ്യൻ ടാഗ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കും, ഷാൾ വി എന്നായിരിക്കും. ഇവിടെ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ലെറ്റ്സ് ഗോ ഒക്കെ കഴിഞ്ഞിട്ട് അവസാനം ഒരു പ്ലീസ് എന്ന് പറയുന്ന വാക്കുണ്ടെങ്കിൽ അവിടെ ഷാൾ വി എഴുതാൻ പാടില്ല. അവിടെ നമ്മൾ എന്ത് എഴുതാവും, വിൽ യു എഴുതാൻ പാടുള്ളൂ. ഇവിടെ വിൽ യു എന്ന ഓപ്ഷൻ ഒന്നും ഇല്ല, നമുക്ക് ഇവിടെ പ്ലീസും ഇല്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഷാൾ വി ആൻസർ ആയിട്ട് എഴുതാം. ഓക്കെ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഡാഷ് യു ഡാഷ് ഫ്രഞ്ച്. ഡു യു നോ ഫ്രഞ്ച് ആണോ, ആർ യു നോയിങ് ഫ്രഞ്ച് എന്നാണോ, ഡസ് യു നോ ഫ്രഞ്ച് എന്നാണോ, ആർ യു നോ ഫ്രഞ്ച് എന്നാണ്? ഇത് ഒരുമാതിരിപ്പെട്ടവർക്ക് അറിയാം ഡു നോ ആയിരിക്കും. പക്ഷെ അങ്ങനെ അറിയാത്ത ആൾക്കാരും ഉണ്ടാകുമല്ലോ. അവർക്ക് വേണ്ടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം യു ആണ് വന്നിരിക്കുന്നത് സബ്ജക്റ്റ് ആയിട്ട്. അങ്ങനെ യു സബ്ജക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതിന്റെ കൂടെ ഏത് സഹായക്രിയ ചേരത്തുള്ളൂ? പ്ലൂറൽ ഫോമിലുള്ള സഹായക്രിയ ചേരത്തുള്ളൂ. കാരണം എന്താ, യു പ്ലൂറൽ ഫോം ആണ്. യു എന്ന് പറഞ്ഞാൽ പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ കൂടെ എങ്ങനെയുള്ള വെർബേ ചേർത്തുള്ളൂ അല്ലെങ്കിൽ സഹായക്രിയ ചേർത്തുള്ളൂ? പ്ലൂറൽ ആയിട്ടുള്ള സഹായക്രിയ ചേർത്തുള്ളൂ. ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ പ്ലൂറൽ ആയിട്ടുള്ള സഹായക്രിയകൾ എവിടേക്കാണ് വന്നിരിക്കുന്നത് നോക്കാം. ആറ് വന്നിട്ടുണ്ട്, ഇവിടെയും ആറ് വന്നിട്ടുണ്ട്, ഇവിടെ ഡൂവും വന്നിട്ടുണ്ട്. നമുക്ക് ആർ യു എന്ന് പറയാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ തുടർന്ന് വരുന്ന വെർബ് എങ്ങനെയാണെന്ന് കൂടെ നോക്കണം. തുടർന്ന് വരുന്ന വെർബ് ആർ വന്ന സ്ഥിതിക്ക് ഇനി തുടർന്ന് വരുന്ന വെർബ് ഒന്നുകിൽ V3 ഫോം വരണം അല്ലെങ്കിൽ ING ഫോം വരണം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നതിനകത്ത് V3 ഫോമുകളൊന്നും ഇല്ല. പക്ഷെ എന്തുണ്ട്, ING ഫോം ഉണ്ട്. ഓക്കെ, ING ഫോം ഉണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ നോ എന്ന് പറയുന്ന വെർബ് ടെൻസ് ഫോമിൽ, ഏതെങ്കിലും ഒരു ടെൻസ് ഫോമിൽ എഴുതുമ്പോൾ നമ്മൾ ING ഫോമിൽ എഴുതാൻ പാടില്ല. അങ്ങനെ ING ഫോമിൽ എഴുതത്തില്ല നോ എന്ന് പറയുന്ന സംഭവം. ഐ ആം നോയിങ് എന്ന് പറയത്തില്ല, യു ആർ നോയിങ് എന്ന് പറയത്തില്ല. അതിനെല്ലാം സിമ്പിൾ പ്രസന്റിലേ പറയത്തുള്ളൂ. യു നോ അല്ലെങ്കിൽ ഐ നോ എന്നൊക്കെ പറയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ ആർ നോയിങ് എന്ന് പറയുന്ന ഓപ്ഷൻ വരികയില്ല. അപ്പൊ അത് തെറ്റാണ്. ഇനി ഡസ് യുവിന്റെ കൂടെ ചേരത്തില്ല, കാരണം ഡസ് സിംഗുലർ ആണ്, ഇവിടെ യു പ്ലൂറൽ ആണ്. അതുകൊണ്ട് ഇതും ചേരത്തില്ല. ഇനി നമ്മൾ പറഞ്ഞ ആർ നോ, ഞാൻ പറഞ്ഞു ഒന്നുകിൽ ആർ വരികയാണെങ്കിൽ V3 ഫോം വരണോ. ഇവിടെ പക്ഷെ നോ എന്ന് പറഞ്ഞ് V3 ഫോം അല്ല, യഥാർത്ഥ ഫോമാണ്. അങ്ങനെ വരുത്തുമില്ല. അങ്ങനെ ആകുമ്പോൾ ഇത് മൂന്നും തെറ്റാണ്. പിന്നെ നമുക്ക് ആൻസർ ചെയ്തേ ഉള്ളൂ ഡു നോ ആണ്. കാരണം എന്താ, യു വന്നാൽ ഡു ചേർക്കണം. മീൻസ് യു പ്ലൂറൽ ആയതുകൊണ്ട് ഡു പ്ലൂറൽ ആണ്, അതുകൊണ്ട് ഡു ചേർക്കാം. ഇനി നോ നമുക്ക് ഇവിടെ എഴുതാം. ഡു പ്ലസ് നോ ആണ് ഇത് നോ. അങ്ങനെ ഡു യു നോ ഫ്രഞ്ച്. അങ്ങനെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്താണ്, ഈ എ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഓക്കെ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. നെയ്തർ മിസ്റ്റർ രാജ് നോർ ഹിസ് ചിൽഡ്രൻ ഡാഷ് ടു ദ മൂവീസ് എന്ന് വെച്ചാൽ അർത്ഥം എന്താ, ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, നെയ്തർ അതായത് മിസ്റ്റർ രാജും ഹിസ് ചിൽഡ്രൻ അവന്റെ കുട്ടികളും പോയില്ലെന്നാണ് ഉദ്ദേശിക്കുന്നത്. നെയ്തർ നെഗറ്റീവ് മീനിങ് ആണല്ലോ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ നെയ്തർ നോർ വെച്ച് വരുമ്പോൾ അല്ലെങ്കിൽ ഏതർ ഓർ, ഇപ്പൊ നെയ്തർ നോറോ അല്ലെങ്കിൽ ഏതർ ഓറോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നോറിനോ അല്ലെങ്കിൽ ഓറിനോ ശേഷം വരുന്ന രണ്ടാമത്തെ വരുന്ന നൗൺ ആയിരിക്കണം നമ്മൾ നോക്കേണ്ടത്. അതിനനുസരിച്ചായിരിക്കണം നമ്മൾ വെർബ് എഴുതേണ്ടത്.
രണ്ടാമത്തെ നൗൺ പ്ലൂറൽ ആണെങ്കിൽ നമുക്ക് പ്ലൂറൽ ഫോമിലുള്ള വെർബ് എഴുതാം. രണ്ടാമത്തെ നൗൺ സിംഗുലർ ആണെങ്കിൽ നമുക്ക് സിംഗുലർ ഫോമിലുള്ള വെർബ് എഴുതാം. ഇവിടെ നോക്കുക, ഇവിടെ ചിൽഡ്രൻ കുട്ടികൾ എന്നാണ് അർത്ഥം. അങ്ങനെ ആകുമ്പോൾ പ്ലൂറൽ ഫോം ആണ്. അങ്ങനെ ആകുമ്പോൾ പ്ലൂറൽ ഫോമിലുള്ള വെർബ്സ് ആണ് വരേണ്ടത്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് സിയും ഡിയുമാണ് പ്ലൂറൽ ഫോമായിട്ട് വരിക. ഇതിൽ ഒന്ന് പ്രസന്റ് കണ്ടിന്യൂസും ഒന്ന് പാസ്റ്റ് കണ്ടിന്യൂസുമാണ്. ഇവിടെ നോക്കുമ്പോൾ പാസ്റ്റ് ടെൻസിന്റെ ടൈം വേണം തന്നിട്ടില്ല. ഇതൊരു സിമ്പിൾ സെന്റൻസ് ആണ്. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ പ്രസന്റ് ടെൻസിലുള്ള ഓപ്ഷൻ ആയിരിക്കണം പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഏതാണ് കറക്റ്റ് ആൻസർ? ഈ സി എന്ന് പറയുന്ന ആണ് കറക്റ്റ് ആൻസർ. ഇത് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചോദ്യമാണ്. പലരും ഇത് വേറും വരാം ആറും വരാം, ഇതിനകത്ത് ഏത് എഴുതും എന്ന് പറഞ്ഞുകൊണ്ട് ആലോചിച്ചിരിക്കും. നമ്മുടെ സമയം പോവുകയും ചെയ്യും. അപ്പം പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞത് എന്താണ്? ഇങ്ങനെ രണ്ട് ആൻസറായി വരും എന്ന രീതി വരുമ്പോൾ നമ്മൾ നോക്കണം തന്നിരിക്കുന്ന സെന്റൻസ് എങ്ങനെയുള്ള സെന്റൻസ് ആണെന്ന് നോക്കുക. ആ സിമ്പിൾ സെന്റൻസ് ആണ്. ആ സിമ്പിൾ സെന്റൻസിൽ പാസ്റ്റ് ടെൻസിന്റെ ടൈം വേർഡ് ഉണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനെയുള്ള വരുന്ന സാഹചര്യത്തിൽ നമ്മളവിടെ പ്രസന്റ് ടെൻസിലെ ഓപ്ഷനെ നമ്മൾ എഴുതാൻ പാടുള്ളൂ. അങ്ങനെയാകുമ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആർ ഗോയിങ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഇത് ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇഫ് ഐ ഹാഡ് നോട്ട് ഓപ്പൺ ദ ഡോർ ദ ക്യാറ്റ് ഡാഷ്. ഇവിടെ ദ എന്നാണ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. ഓക്കെ, അപ്പൊ ഇഫ് ഐ ഹാഡ് നോട്ട് ഓപ്പൺ ദ ഡോർ ദ ക്യാറ്റ് ഡാഷ്. അപ്പൊ എന്താണത്? ഏത് ഇഫ് ക്ലോസുള്ള ഏത് ടെൻസിലുള്ള ഇഫ് ക്ലോസ് ആണിത്? നമുക്ക് ഹാഡ് പ്ലസ് V3. അങ്ങനെ ഇത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് വരുമ്പോൾ തുടർന്ന് വരുന്ന ഭാഗം എങ്ങനെയൊക്കെ ആകാം? വുഡ് ഹാവ് അല്ലെങ്കിൽ ഷുഡ് ഹാവ് അല്ലെങ്കിൽ മൈറ്റ് ഹാവ് അല്ലെങ്കിൽ കുഡ് ഹാവ് പ്ലസ് V3 എന്ന രീതിയിൽ വരണം. അപ്പൊ ഇവിടെ അങ്ങനെ വന്നിട്ടുള്ള ഏതൊക്കെ ഓപ്ഷൻ ആണ് നോക്കാം. ഇവിടെ വുഡ് നോട്ട് ഹാവ് ഗോട്ട് ഔട്ടും വുഡ് നോട്ട് ഹാവ് ബീൻ ഗോട്ട് ഔട്ടും വുഡ് ഹാവ് ഗോട്ട് ഔട്ടും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ 3 ഓപ്ഷൻ ഉണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ സി എന്ന് പറയുന്ന ഓപ്ഷൻ പാസീവ് ഫോം ആണ്. അങ്ങനെ പാസീവ് ഫോം വരുമ്പോൾ ഇവിടെ നോക്കാം, ഇവിടെ പാസീവ് വോയിസിലല്ല വന്നിരിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ഈ ഓപ്ഷൻ നമുക്ക് വേണ്ട. ഇനി നമുക്കുള്ളത് ഏതാണ്? വുഡ് നോട്ട് ഹാവ് ഗോട്ട് ഔട്ടും വുഡ് ഹാവ് ഗോട്ട് ഔട്ടും ആണ്. ഓക്കെ, വുഡ് നോട്ട് ഹാവ് ഗോട്ട് ഔട്ടും വുഡ് ഹാവ് ഗോട്ട് ഔട്ട്, ഇതിനകത്ത് ഏത് വരാം. അത് നമ്മൾ എന്തിനെ അനുസരിപ്പെടുത്തിയ ഈ അർത്ഥം കൂടെ നമ്മൾ നോക്കണം. ഓക്കെ, നമ്മൾ ഈ അർത്ഥം നോക്കുമ്പോൾ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഇഫ് ഐ ഹാഡ് നോട്ട് ഓപ്പൺ ദ ഡോർ എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ഞാൻ കതവ് തുറന്നില്ലായിരുന്നു എങ്കിൽ എന്നാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഇവിടെ എന്തേ വരത്തുള്ളൂ? ദ ക്യാറ്റ് വുഡ് നോട്ട് ഹാവ് ഗോട്ട് ഔട്ട് എന്ന, അതായത് ഞാൻ കതവ് തുറന്നില്ലായിരുന്നെങ്കിൽ പൂച്ച പുറത്ത് പോവില്ലായിരുന്നു എന്നാണ്. അപ്പൊ അങ്ങനെ ഇവിടെ കറക്റ്റ് ആൻസർ ഈ എ എന്ന് പറയുന്ന ഓപ്ഷൻ ആണ്. ഓക്കെ, ഇഫ് ഐ ഹാഡ് നോട്ട് ഓപ്പൺ ദ ഡോർ ദ ക്യാറ്റ് വുഡ് നോട്ട് ഹാവ് ഗോട്ട് ഔട്ട് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയി വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ആസ് ഐ ഹാവ് ഡാഷ് ഫ്രണ്ട്സ് ഐ ഓഫൻ ഫീൽ ലോൺലി. ഇപ്പൊ നോക്കുക, എ ഫ്യൂ ലിറ്റിൽ എ ലിറ്റിൽ ഫ്യൂ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എ ഫ്യൂ ഒക്കെ നമ്മൾ കൗണ്ടബിൾ ആയിട്ടുള്ള നൗൺസിന്റെ കൂടെയും ലിറ്റിലും എ ലിറ്റിലും അൺകൗണ്ടബിൾ ആയിട്ടുള്ള നൗൺസിന്റെ കൂടെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇവിടെ ഫ്രണ്ട്സ് ആണ് വന്നിരിക്കുന്നത്. ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ അതിന് എണ്ണം ഉള്ളതാണ്, അപ്പൊ കൗണ്ടബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് എ ഫ്യൂവിനെ മാത്രം പരിഗണിച്ചാൽ മതി. ലിറ്റിലും എ ലിറ്റിലും നമുക്ക് വേണ്ട. ഓക്കെ, ഇവിടെ ഇനി നമ്മൾ എഴുതേണ്ടത് ഇവിടുത്തെ അർത്ഥത്തെ മനസ്സിലാക്കിയാണ്. ഇവിടെ നമുക്ക് ഇത്രയും ഭാഗം വായിക്കാൻ നമുക്ക് പൂർണ്ണമായ അർത്ഥം കിട്ടത്തില്ല. കാരണം എന്താ? ഇതൊരു സബോർഡിനേറ്റ് ക്ലാസ് ആണ്. സബോർഡിനേറ്റ് ക്ലാസ് ഒരിക്കലും പൂർണ്ണമായ അർത്ഥം നൽകത്തില്ല. പിന്നെ നമ്മൾ മെയിൻ ക്ലാസ് നോക്കണം. എന്താണ്? ഐ ഓഫൺ ഫീൽ ലോൺലി എന്ന് പറയുന്ന ആ ഭാഗം നോക്കണം. ആ ഭാഗം നോക്കുമ്പോൾ നമുക്കറിയാം ഇതെന്താണ്. എന്റെ അർത്ഥം എന്താ? ഞാൻ മിക്കപ്പോഴും ലോൺലി അല്ലെങ്കിൽ ലോൺലിനെസ് എനിക്ക് ഫീൽ ചെയ്യാറുണ്ടെന്ന്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എപ്പോഴാണ് ലോൺലിനെസ് ഫീൽ ചെയ്യുക, ഏകാന്തത ഫീൽ ചെയ്യുക? നമ്മളെ കൂടെ ആരെങ്കിലും ഇല്ലാത്തപ്പോഴാണ്. അപ്പൊ ഇവിടെ അർത്ഥം എങ്ങനെ ആയിരിക്കും ഇവിടെ വരേണ്ടത്? ഇവിടെ നമുക്ക് എ ഫ്യൂ എന്ന് വെച്ചാൽ പോസിറ്റീവ് മീനിങ്ങും ഫ്യൂ എന്ന് വെച്ചാൽ നെഗറ്റീവ് മീനിങ്ങും. അപ്പൊ ഇവിടെ ഏത് മീനിങ് ഉള്ള സംഭവമാണ് വരേണ്ടത്? ഫ്യൂ എന്നുള്ള സംഭവമാണ് വരേണ്ടത്. കാരണം ഇല്ല എന്നൊരർത്ഥത്തിൽ വരണം. അപ്പൊ എനിക്ക് ഫ്രണ്ട്സ് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാറുണ്ട്? ലോൺലിനെസ് ഫീൽ ചെയ്യാറുണ്ടെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ഈ ഫ്യൂ എന്നുള്ള സംഭവം ആയിരിക്കും. അപ്പൊ അങ്ങനെ വരും, ആസ് ഐ ഹാവ് ഫ്യൂ ഫ്രണ്ട്സ് ഐ ഓഫൻ ഫീൽ ലോൺലി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഇനി നോക്കാം, മിസ്റ്റർ ഷിവ് ഡാഷ് എ ടാക്ക് അറ്റ് ദ മീറ്റിംഗ്. ഇവിടെ എന്ത് വരും? മേഡ് വരുമോ, ഡിഡ് വരുമോ, ഈസ് മേക്കിംഗ് വരുമോ, അതോ ഗേവ് വരുമോ? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ടോക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തേ വരാവൂ? ഗീവ് എ ടോക്ക് എന്നേ പറയത്തുള്ളൂ. അതാണ് ഗീവ് എ ടോക്ക് അല്ലെങ്കിൽ ഗേവ് എ ടോക്ക്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഗേവ് ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താണ്? പിക്ക് ഔട്ട് ദ കറക്റ്റ് സെന്റൻസ് ഫ്രം ദ ഫോളോയിങ്. ഇവിടുത്തെ തന്നിരിക്കുന്ന സെന്റൻസിന് കറക്റ്റ് സെന്റൻസ് പിക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം, ഹി യൂഷ്വലി ലിസൺസ് ടു മ്യൂസിക് ആഫ്റ്റർ വർക്ക്. He usually listens music after work. He usually hears music after work. He
ഹി ഈസ് യൂഷ്വലി ലിസണിങ് മ്യൂസിക് ആഫ്റ്റർ വർക്ക്. നമ്മൾ മനസ്സിലാക്കേണ്ട ഇവിടെ എല്ലാം യൂഷ്വലി എന്ന് പറയുന്ന സംഭവം വന്നിട്ടുണ്ട്. നോക്കുക, യൂഷ്വലി എന്ന് പറയുന്ന വാക്ക് ഇത് എന്തിന്റെ ടൈമിംഗ് വേർഡാണ്? സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ടൈമിംഗ് വേർഡാണ്. അപ്പൊ നമ്മുടെ തന്നിരിക്കുന്ന സെന്റൻസിലെ നമ്മൾ തന്നിരിക്കുന്ന സെന്റൻസിലെ വെർബ് ഏത് ടെൻസിലായിരിക്കണം? സിമ്പിൾ പ്രസന്റിലായിരിക്കണം. അങ്ങനെ സിമ്പിൾ പ്രസന്റിൽ തന്നിരിക്കുന്ന സെന്റൻസുകൾ ഉണ്ടോ എന്ന് നോക്കുക. ഇവിടെ ലിസൺസ് എന്നാണ് ഇവിടുത്തെ വെർബ്, അത് സിമ്പിൾ പ്രസന്റ് ആണ്. ഇവിടെ ലിസൺസ് ഉണ്ട്, അതും സിമ്പിൾ പ്രസന്റ് ആണ്. ഇവിടെ ഹിയേഴ്സ് ഉണ്ട്, അതും സിമ്പിൾ പ്രസന്റ് ആണ്. എന്നാൽ ഓക്കെ, ഈസ് ലിസണിങ് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. അപ്പൊ ഇത് തുടക്കത്തിൽ നമുക്ക് ഈ ഓപ്ഷൻ വേണ്ട, നമുക്ക് സിമ്പിൾ പ്രസന്റ് ഉള്ളതിനെ പരിഗണിച്ചാൽ മതി. ഇനി ഇവിടെ 3 എണ്ണം സിമ്പിൾ പ്രസന്റിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. അതിനെ നമ്മൾ എങ്ങനെയാണ് എലിമിനേറ്റ് ചെയ്യേണ്ടത്? തെറ്റായിട്ടുള്ളതിനെ നോക്കുക, ലിസൺസ് ആണോ ഹിയേഴ്സ് ആണോ എന്നുള്ളത് നമ്മൾ ആദ്യം പരിഗണിക്കണം. ഇവിടെ ലിസൺസും ഉണ്ട്, ഇവിടെ ഹിയേഴ്സും ഉണ്ട്. നമ്മൾ മ്യൂസിക് ലിസൺ ചെയ്യുക എന്നാണോ പറയുന്നത്? ഹിയേഴ്സ് എന്നാണ്. നമ്മൾ മലയാളത്തിൽ കേൾക്കുക എന്നൊരു രീതിയിലാണ് പറയുന്നത്. പക്ഷേ കേൾക്കുക എന്നുള്ളതൊക്കെ ഇൻവോളണ്ടറി ആയിട്ടുള്ള ആക്ഷൻസ് ആണ്. ഇപ്പം കാണുക, കേൾക്കുക എന്നൊക്കെ പറയുന്നത്, നമ്മൾ ഒരു ശബ്ദം നമ്മൾ കേൾക്കുമ്പോൾ അത് മനഃപൂർവ്വം നമ്മൾ കേൾക്കുന്നില്ല. അങ്ങനെ ശബ്ദം കേട്ടത് കൊണ്ട് നമ്മൾ കേൾക്കുകയാണ്. നമ്മളെ ചുറ്റുവട്ടം നടക്കുന്ന കാര്യം നമ്മൾ എങ്ങനെയാലും കേൾക്കും, ചെവി നമുക്ക് കേൾവി ശക്തി ഉണ്ടായതുകൊണ്ട്. എന്നാൽ മ്യൂസിക് കേൾക്കുക കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് താല്പര്യമുള്ള മ്യൂസിക് നമ്മൾ കേൾക്കാറുള്ളൂ. അപ്പൊ അതെന്ന് പറയുമ്പോൾ എന്താ? വോളണ്ടറി ആയിട്ടുള്ള ആക്ഷൻസ് ആണ്. അപ്പൊ അങ്ങനെ ഇവിടെ വോളണ്ടറി ആയിട്ടുള്ള ആക്ഷൻ ആണ് നമുക്ക് വേണ്ടുന്നത്. ഇപ്പൊ ലിസൺ എന്ന് പറയുമ്പോൾ വോളണ്ടറി ആണ്, നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മുടെ സമ്മതത്തോടു കൂടി. അപ്പൊ അങ്ങനെ ആകുമ്പോൾ അവിടെ ഹിയേഴ്സ് അല്ല വരേണ്ടത്, ലിസൺസ് ആണ് വരേണ്ടത്. അപ്പൊ അങ്ങനെ ഹിയേഴ്സ് വരത്തില്ല, ഈ ഓപ്ഷൻ നമുക്ക് വേണ്ട. ഈ ലിസൺസ് ആണ് വേണ്ടത്, നമുക്ക് ഉറപ്പിച്ചു. അങ്ങനെ ആകുമ്പോൾ ഇവിടെ ലിസൺസ് എന്ന് പറഞ്ഞിട്ട് രണ്ടിടത്തുണ്ട്. ഈ ലിസൺസ് ആണോ ഈ ലിസൺസ് ആണ്? ഇവിടെ തന്നെ പ്രത്യേകത, ഇവിടെ ലിസൺസ് സ്റ്റേഷൻ 2 ഉണ്ട്, എന്നാൽ ഇവിടെ ലിസൺസ് സ്റ്റേഷൻ ഇതില്ല, 2 ഇല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അങ്ങനെ ലിസൺസ് വന്നു കഴിഞ്ഞാൽ അതിന്റെ തൊട്ട് അത് എഴുതിയതിനു ശേഷം നമ്മൾ എന്തും കൂടെ എഴുതണം, 2 എന്ന് പറയുന്ന പ്രപ്പോസിഷനും എഴുതണം. ലിസൺസ് 2 എന്ന് നമ്മൾ എപ്പോഴും പറയണം. അങ്ങനെയാകുമ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഈ എ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇതാണ് ഹി യൂഷ്വലി ലിസൺസ് ടു മ്യൂസിക് ആഫ്റ്റർ വർക്ക്. ഇത് പലരെയും കുഴപ്പിക്കുന്ന ചോദ്യമാണ്. ഓക്കെ, അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ഹി യൂഷ്വലി ലിസൺസ് ടു മ്യൂസിക് ആഫ്റ്റർ വർക്ക് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. എന്റെ പേര് അനന്തകൃഷ്ണൻ എന്നാണ്. എറണാകുളം ജില്ലയിലെ പള്ളുരുത്തിയാണ് എന്റെ സ്വദേശം. ഒരു ഫ്രണ്ട് വഴി ആണ് രഞ്ജിത് സാറിന്റെ ക്ലാസ്സിനെ പറ്റി അറിയുന്നത്. 6 മാസത്തെ കോഴ്സാണ് ഞാൻ എടുത്തത്. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്കും ഈ ക്ലാസ് കാണുന്ന ഒരാൾക്കും ഏതൊരാൾക്കും അത് നല്ല രീതിയിൽ ലഭിക്കും എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. പിന്നെ PSCക്ക് മാത്രമല്ല, ഇംഗ്ലീഷ് നമ്മുടെ ദൈനംദിനമായ ജീവിതത്തിൽ ഒരു ആവശ്യമായ ഒരു ഘടകമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നന്നായി സംസാരിക്കുവാനും എഴുതുവാനും ഈ ക്ലാസ് കൊണ്ട് കഴിയും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സാറിന്റെ ഈ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ധൈര്യപൂർവ്വം പ്രവേശിക്കാം. ഐ ആം നോട്ട് അക്കസ്റ്റംഡ് ടു ഡാഷ് ലോങ് ഡിസ്റ്റൻസ്. ഇവിടെ വാക്കാണോ, വാക്സ് ആണോ, വാക്കിംഗ് ആണോ, ഫോർ വാക്കിംഗ്? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ അക്കസ്റ്റംഡ് ടു എന്ന സംഭവം വന്നിട്ടുണ്ട്. അങ്ങനെ അക്കസ്റ്റംഡ് ടു എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എഴുതേണ്ടത് ജെറണ്ട് ഫോം ആയിരിക്കണം. അപ്പൊ ഇവിടുത്തെ തന്നിരിക്കുന്നത് ജെറണ്ട് ഫോം, ഇവിടെ ഫോർ വാക്കിംഗ് ഉണ്ട്. അങ്ങനെ വേണ്ട, അങ്ങനെ ഇല്ലാതെ ജെറണ്ട് ആയിട്ടുള്ള ഫോം അതേതാണ്? ഈ സി എന്ന് പറയുന്ന ഓപ്ഷനാണ്, വാക്കിംഗ്. ഓക്കെ, ഐ ആം നോട്ട് അക്കസ്റ്റംഡ് ടു വാക്കിംഗ് ലോങ് ഡിസ്റ്റൻസ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഇവിടുത്തെ അക്കസ്റ്റംഡ് ടു എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് എഴുതാവും? ജെറണ്ട് ഫോം എഴുതാവും, അതായത് ING ഫോം എഴുതാവും. അങ്ങനെ ഇവിടെ ING ഫോമിൽ വന്നിരിക്കുന്ന സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഡിയിലും ഉണ്ട്, പക്ഷെ അതിന് മുമ്പ് എന്തുണ്ട്? ഫോർ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉണ്ട്. അങ്ങനെ വരാൻ പാടില്ല. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായിട്ടും തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.